Good afternoon, students. Welcome to today's class. Today, we are discussing about the scientific computing lab. Okay. This lab contains different programs. So, today we are discussing about the first program, first experiment. Okay. First experiment that is familiarization of the computing tool. ഈ സയന്റിഫിക് കമ്പ്യൂട്ടിംഗ് ലാബിന്റെ കമ്പ്യൂട്ടിംഗ് ടൂളിനെ കുറിച്ച് എന്തൊക്കെയാണ് ഇത് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിന്റെ നീഡ്, എന്തൊക്കെയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഫെമിലിയറൈസേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ടൂൾ. അതിന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ് സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്. As we already discussed in our online meet, that is nothing but എന്തായിരുന്നു നമ്മള് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സിമുലേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് സോഫ്റ്റ്വെയർ ബേസ്ഡിൽ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്. സയന്റിഫിക് കമ്പ്യൂട്ടറിൽ അങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഒരു പ്രോഗ്രാം സിമുലേറ്റ് ചെയ്യാൻ, അങ്ങനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സയന്റിഫിക് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. സോ സയന്റിഫിക് കമ്പ്യൂട്ടിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മള് ഒരു സൈലാബ് പറഞ്ഞ ഒരു ഡിഫറെന്റ് മാത്ലാബ്, സൈലാബ്, ലാബ് വ്യൂ, അങ്ങനെ ഡിഫറെന്റ് സയന്റിഫിക് കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, അതിൽ മാത്ലാബ് ഓൾറെഡി പറഞ്ഞു, ദിസ് ഇസ് പെയ്ഡ് ആൻഡ് ഓൾസോ ഇറ്റ് റിക്വയർസ് ഹൈ GB ഓഫ് ഡാറ്റ ഇൻ ഓർഡർ ടു ഡൗൺലോഡ്. അത് ഒരു 8 to 10 or 8 GB വേണം ഇത് മാത്ലാബ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും, നമുക്ക് ഇപ്പോ അതുപോലെ തന്നെ ഈസിലി ആക്സസിബിളും, അതുപോലെ തന്നെ പെയ്ഡ് അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ് സൈലാബ്. നമുക്ക് സൈലാബ് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടിംഗ് സയന്റിഫിക് കമ്പ്യൂട്ടിംഗ് ലാബ് നമുക്ക് ഈ സൈലാബ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ സൈലാബ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മള് സൈലാബില് പെയ്ഡ് അല്ല, ഇറ്റ്സ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് ആർക്കാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ സോ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ, അതായത് ഡാറ്റ ടൈപ്സ്, സൈലാബിലെ ഓപ്പറേഷൻസ്, അതിന്റെ ഫെമിലിയറൈസേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, സൈലാബ് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, സോ അതിന്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. സോ ഗോ ടു ഗൂഗിൾ ക്രോം ഓർ എനി ബ്രൗസർ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈലാബ് എന്നുള്ള ജസ്റ്റ് സൈലാബ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു ഹോം പേജ് കിട്ടും. ഈ സൈലാബിന്റെ ഹോം പേജിൽ നിന്ന് നമുക്ക് വേണ്ടത് സൈലാബ് 6.1.0 ഈ ഒരു വേർഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ ഡൗൺലോഡ് ഇറ്റ്, അവിടെ ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ് സൈലാബ് 6.1.0. ഓക്കെ, ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അപ്പൊ ഈ ഒരു വിൻഡോയിൽ നമുക്ക് സൈലാബിന്റെ വേർഷൻസ് വരുന്നത് സൈലാബ് 6.1.0 വിൻഡോസ് 64 ബിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ വിൻഡോസ് 32 ബിറ്റ്സ് ഉണ്ട്. അപ്പൊ 64 ബിറ്റ്സ് ആണ് ഒന്നുകൂടി മെമ്മറി കൂടുതൽ വരുന്നത്. സോ നമ്മൾ 64 ബിറ്റ്സ് സൈലാബ് 6.1.0 64 ബിറ്റ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടോ ഇവിടെ താഴെ നമുക്ക് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇതിന്റെ ഡൗൺലോഡ് ആവുന്ന, താങ്ക് യു ഫോർ ഡൗൺലോഡിങ്. ഓക്കെ, ഡൗൺലോഡ് ആവുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർ നോർമൽ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോ ഞാൻ ഓൾറെഡി സൈലാബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് കാണിക്കാം. സോ നോർമൽ നമ്മൾ എന്ത് ചെയ്യാം, സൈലാബ് അപ്പൊ സൈലാബ് നോർമലി നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് കൊടുത്താൽ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്തിട്ട് ലാസ്റ്റ് ഫിനിഷ് എന്ന് കൊടുത്താൽ സൈലാബ് ഇൻസ്റ്റാൾഡ് ആവും. ഓക്കെ, ഒരു 180 MB മാത്രമേ അതിന്റെ സൈസ് വരുന്നുള്ളൂ. സൈലാബ് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് വരിക.
ഓക്കെ. അപ്പൊ സൈലാബ് നമ്മൾ ആ ഒരു SCI ലാബ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ 6.1.0 വേർഷൻ വരും. ആ വേർഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് സൈലാബിലോട്ട് പോകും. എന്നിട്ട് അതിലത്തെ സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുന്ന നോർമൽ നമ്മൾ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഓക്കെ, സൈലാബ് കൺസോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് 3 വിൻഡോസ് ആണ് ഇവിടെ കാണാനുള്ളത്. 1 2 3 വിൻഡോസ് അത്. ഈ വിൻഡോസിൽ ഓരോന്നും പറയും. ഈ ഒരു വിൻഡോനെ പറയുന്ന പേരാണ് ഫയൽ ബ്രൗസർ. ആൻഡ് ദിസ് വിൻഡോ ഇസ് കാൾഡ് സൈലാബ് 6.1.0 കൺസോൾ. ഈ വർക്ക് സ്പേസിനെ നമ്മൾ എന്താ പറയാ, നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്നത്. സോ ഈ ഒരു വർക്ക് സ്പേസിനെ നമ്മൾ എന്ത് പറയും, ദിസ് ഇസ് കാൾഡ് കൺസോൾ. കൺസോൾ എന്നാണ് ഈ ഒരു വർക്ക് സ്പേസിനെ പറയാം. ദിസ് ഇസ് കാൾഡ് വേരിയബിൾ ബ്രൗസർ. വേരിയബിൾസ് ഒക്കെ നമ്മൾ എന്തെല്ലാം വേരിയബിൾസ് ഇവിടെ അപ്ലൈ ചെയ്തു ഇതൊക്കെ ഇവിടെ വരും. ഓക്കെ, ഹിസ്റ്ററി വരുന്നതാണ് ഇവിടെ വേരിയബിൾ ബ്രൗസർ. സോ 3 വിൻഡോസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഫയൽ ബ്രൗസർ, സൈലാബ് കൺസോൾ ആൻഡ് വേരിയബിൾ ബ്രൗസർ. ഈ സൈലാബ് കൺസോളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ,